What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ ഇന്ന് വ്ളോഗ് വീട്ടിൽ തന്നെ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഏരിയയിൽ എൻ്റെ ഏരിയ അല്ല, കുറച്ച് അപ്പുറത്തേക്ക് മാറി ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് അവർ ലോക്ക്ഡൗൺ കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും പുറത്തേക്കൊന്നും പോയിട്ടില്ല ഈ ആഴ്ച. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി എൻ്റെ ഗോപ്രോ സെറ്റപ്പ് ഒന്ന് കാണിക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗോപ്രോ സെറ്റപ്പും പിന്നെ നമുക്ക് എങ്ങനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം, ഗോപ്രോ ഹെൽമെറ്റിൻ്റെ എവിടെയൊക്കെ വെക്കണം, ഏതൊക്കെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ AGV ഹെൽമെറ്റിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ. അപ്പോൾ ഞാൻ AGV ഹെൽമെറ്റിൽ ഞാൻ ഗോപ്രോ സെറ്റ് ചെയ്യണ ഫ്രണ്ടിലാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യണത്. അത് സെറ്റ് ചെയ്യണത് ഞാൻ കുറച്ച് ക്ലോസറായിട്ട് കാണിച്ചു തരാം. ഞാൻ വേറെ ഒരു സ്ഥലത്തും മൗണ്ട് ഒട്ടിച്ചില്ല. കാര്യം എപ്പോഴും മോട്ടോ വ്ളോഗിങ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും വെച്ച് ചെയ്യണ ഒരു പ്ലേസ് തന്നെയാണ് ഈ ഫ്രണ്ടിൽ, ചിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വെച്ച് ചെയ്യണ ഹെൽമെറ്റിൽ. അപ്പോൾ എല്ലാ ഹെൽമെറ്റിനും നമുക്ക് ഈ ഒരു മൗണ്ട് പിടിപ്പിക്കാൻ പറ്റി എന്ന് വരില്ല. കാര്യം ഇത് ഇപ്പം ഞാൻ തന്നെ പിടിപ്പിച്ചേക്കണ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു കുറേ സാധനങ്ങൾ എക്സ്ട്രാ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തേക്കണം. കാര്യം എല്ലാ ഹെൽമെറ്റിലും നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് ക്ലോസറായിട്ട് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ ഇവിടെ കുറച്ച് സ്പോഞ്ചും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഞാൻ അവിടെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചേക്കണതെന്ന്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഹീറോ 7 ബ്ലാക്ക് ആണ് ഗോപ്രോ. പിന്നെ ഞാൻ എൻ്റെ മൈക്ക് സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗോപ്രോയുടെ അഡാപ്റ്ററാണിത്. ഇതാണ് ഗോപ്രോയുടെ അഡാപ്റ്റർ, കണ്ടോ? ഇതാണ് ഗോപ്രോയുടെ അഡാപ്റ്റർ. ഇതിന് ഏകദേശം ഒരു 5000 റുപ്പീസ് വരുന്നുണ്ട് ഈ ഗോപ്രോ അഡാപ്റ്ററിന്. പിന്നെ ഈ ഒരു കേസിങ്ങും വാങ്ങിയിട്ടുണ്ട്. ഇത് യുലാൻസി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ കേസിംഗ് ആണ്. ഇതിൽ നമുക്ക് ഗോപ്രോ ഇവിടെ സെറ്റ് ചെയ്യാം. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഗോപ്രോ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് കയറ്റി വെക്കാം, കണ്ടോ? അപ്പോൾ ഗോപ്രോ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൈക്ക് അഡാപ്റ്റർ ഇതിന്മേൽ, അപ്പോൾ ഇത് ഒറ്റ ഒരു പീസായിട്ടിട്ട് നമുക്കിത് അതേപോലെ എടുത്ത് നമ്മുടെ ഹെൽമെറ്റിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കണ എൻ്റെ ഗോപ്രോയുടെ സെറ്റപ്പ്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലോസർ ലുക്കിൽ കാണാമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റിൽ ഞാൻ ഒട്ടിച്ചേക്കണ ഇത് മൗണ്ട്. നിങ്ങൾക്ക് ഇത് കാണാം. ഞാൻ മൈക്ക് അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. റോഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഗോപ്രോയുടെ ഈ മൗണ്ട് സെറ്റ് ചെയ്തേക്കണത് ഇത് ഒരു കേവ് മൗണ്ടാണ്. 2 ടൈപ്പ് മൗണ്ട് നമുക്ക് ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഔട്ടർ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ 2 മൗണ്ട് ഫിക്സ് ചെയ്യണത്. ഇതാണ് കേവ് മൗണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു കർവ് ഷേപ്പിലിരിക്കുന്നത്, കണ്ടോ? ഇതാണ് ഫ്ലാറ്റ് മൗണ്ട്. ഇത് പക്ക ഒരു ഫ്ലാറ്റ് ആയിരിക്കും. ഇത് രണ്ടുമാണ് കേവ് മൗണ്ടും ഫ്ലാറ്റ് മൗണ്ടും. ഈ 2 മൗണ്ടാണ് നമുക്ക് ഹെൽമെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ. അപ്പോൾ ഞാനിവിടെ ഒട്ടിച്ചേക്കണ ഒരു കേവ് മൗണ്ടാണ്, കണ്ടോ? ഒരു കേവ് മൗണ്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ കേവ് മൗണ്ടിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം കേർവ്ഡ് ആയിട്ടുള്ള സർഫസ്. ഇപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ മേളിൽ വെക്കുവാണെങ്കിൽ കണ്ടോ, കേർവ് ആയിട്ടുള്ള സർഫസിൽ നമുക്കിത് ഇങ്ങനെ ഇരുന്നോളും. ആ ഒരു ഹെൽമെറ്റിൻ്റെ ഷേപ്പിൽ തന്നെ അത് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഗ്യാപ്പ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ പറ്റി നമ്മളോട് ഫ്ലാറ്റ് ഒട്ടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഗ്യാപ്പ് ഉണ്ടോ അതിൻ്റെ ഇടയിൽ. ഇഷ്ടം പോലെ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും, കണ്ടോ? ഇത് ഒട്ടിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഗ്യാപ്പ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇത് കറക്റ്റ് ആ ഷേപ്പിൽ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കേവ് ഒട്ടിക്കുമ്പോൾ ആ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ കേവ് ഒട്ടിച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാം. കേവ് ഒട്ടിക്കുമ്പോഴും നമ്മൾ ഇവിടെ ഗ്യാപ്പ് വരും. അത് നമ്മൾ ഫ്രണ്ടിൽ ചിന്നിൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷൻ മാത്രമേ ഇതിൻ്റെ ഒട്ടുള്ളൂ, 2 സൈഡ് ഒട്ടില്ല. അത് നമുക്ക് ഫില്ല് ചെയ്യണം ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് ഞാൻ ഇവിടെ ചെയ്തേക്കണത്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ചെളി കാര്യങ്ങളൊന്നും കയറില്ല. അതും നമ്മളൊരു ഞാനിവിടെ ഒരു ഫെവിക്കോളിൻ്റെ ഒരു എന്താ പറയുക സോളൊക്കെ, ഷൂവിൻ്റെ സോളൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗമ്മ് വെച്ചിട്ടാണ് ഇത് ഫില്ല് ചെയ്തേക്കണേ. നിങ്ങൾക്കത് കൂടാണ്ട് ഈ 3M എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ, നിങ്ങൾക്ക് കാണാൻ ഇവിടെ കണ്ടോ ഈ വൈറ്റ് കളർ, ഈ 3M എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ഡബിൾ സൈഡ് ടേപ്പ് കിട്ടും. അത് ഏതെങ്കിലും ഹാർഡ്വെയർ ഷോപ്പിൽ പോയി നോക്കിയാൽ മതി. അതിൻ്റെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും ഒരു ലെയർ എക്സ്ട്രയും കൂടെ ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഫില്ലായി കിട്ടും. നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ 2 സൈഡിലും, അതായത് ഈ സൈഡിലും ഒരു പീസ് 3Mൻ്റെ സ്റ്റിക്കറും കൂടെ അതിൻ്റെ മേളിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിക്കുവാണെങ്കിൽ നമുക്ക് ആ സൈഡ് ഗ്യാപ്പ് ഫില്ലായി കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഗോപ്രോ മൗണ്ട്സ് ഒട്ടിക്കാം. പിന്നെ ഗോപ്രോ മൗണ്ട്സ് നമുക്ക് മെയിൻ ഫ്രണ്ടിൽ ഒട്ടിക്കാം. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ ഫ്രണ്ടിലാണ് ഒട്ടിക്കുന്നത്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും എൻ്റെ കയ്യിൽ. പിന്നെ കൂടുതലും ഞാൻ വണ്ടിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് വെക്കണേ. പിന്നെ അല്ലാത്തവർക്ക് ഈ സൈഡിൽ ഒട്ടിക്കാം.
ഈ സൈഡ് വ്യൂ ഉണ്ട്, ഈ സൈഡിൽ നിന്ന് ഒട്ടിക്കാം. സൈഡ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമൊക്കെ ഞാൻ മോട്ടോ വ്ളോഗിംഗ് ഒന്നുമല്ല, ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് സൈഡിൽ വെച്ചാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സൈഡിൽ ഒട്ടിക്കുന്നത്, കണ്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു പഴയൊരു റോയൽ എൻഫീൽഡ് നമ്മുടെ ഹിമാലയൻ തുമ്പി വാങ്ങിയപ്പോൾ കിട്ടിയ ഹെൽമെറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സൈഡിലൊട്ടിക്കാം. ഈ സൈഡിലൊട്ടിക്കുമ്പോൾ നമുക്ക് ഗോപ്രോയുടെ നോർമൽ മൗണ്ട്, ഇതാണ് ഗോപ്രോയുടെ ഒപ്പം വന്ന അവരുടെ ആ ക്ലാമ്പ് അല്ലെങ്കിൽ ആ ക്ലിപ്പ് വന്ന, ഇതിലാണ് നമ്മൾ ഗോപ്രോ ഫിക്സ് ചെയ്യണം. ഇതിൽ ഗോപ്രോ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ആ ഒരു ആംഗിൾ കിട്ടില്ല. കാര്യം ഗോപ്രോ ഇങ്ങനെ ചരിഞ്ഞരിയിരിക്കാൻ പോണേ, കണ്ടോ. ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കും ഗോപ്രോ ഇരിക്കണം, ഈ ഒരു ചരിഞ്ഞ പൊസിഷൻ. ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ വ്യൂ മൊത്തം പോകും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 3-way മൗണ്ട്. ഇതാണ്, ഈ 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇത് വാങ്ങാൻ ആമസോണിൽ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇത് രണ്ടും കൂടെ എനിക്ക് തോന്നുന്നു 250 രൂപ 300 രൂപ എന്തോ ഉള്ളൂ തോന്നുന്നു ഇത് രണ്ടും കൂടെ. അപ്പോൾ ഇത് വാങ്ങിയാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇത് വെച്ച് നമ്മുടെ ഗോപ്രോയുടെ ഡയറക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഞാനിപ്പോൾ കാണിച്ചത് ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മേളിൽ ഗോപ്രോ വെക്കുമ്പോഴത്തേക്കും കണ്ടോ, എനിക്ക് ആ വ്യൂ ഫ്രണ്ടിൽ നിന്ന് ആക്കും. ആ ഗോപ്രോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ 3-way മൗണ്ടാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് സാധനം. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വെക്കുമ്പോഴായാലും നമുക്ക് കുറച്ച് ഹൈറ്റ് കിട്ടാനായാലും നമുക്ക് ഈ 3-way മൗണ്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ 3-way മൗണ്ട് ഈസ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ 3-way മൗണ്ട് ശരിക്കും വാങ്ങി വെക്കണം, നല്ലതാണ്. നമുക്ക് മാക്സിമം നല്ല യൂസ്ഫുള്ളായിട്ടൊരു സാധനം ഈ 3-way മൗണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ മൗണ്ട് 3M ടേപ്പുള്ള മൗണ്ട് നമ്മൾ ഹെൽമെറ്റിൽ ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനം ഇപ്പോൾ ഞാൻ എൻ്റെ കേവ് മൗണ്ട് എടുക്കുകയെന്ന് വെച്ചാൽ കേവ് മൗണ്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒട്ടിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു പോർഷൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ 2 സർഫസും അത്യാവശ്യം വോം ആയിരിക്കണം. അതായത് നമ്മൾ കുറച്ച് ചൂടാക്കണം. നമ്മൾ ഹെൽമെറ്റിൽ ചൂടാക്കണമെന്നില്ല, ഹെൽമെറ്റിൽ ഞാൻ ചൂടാക്കിയിട്ടില്ല, എനിക്കും പേടിയാണ് ഹെൽമെറ്റിൽ ഒന്ന് ചൂടാക്കാൻ. ഈ 3Mൻ്റെ ഈ ടേപ്പ് നമുക്ക് ജസ്റ്റ് ഒരു ലൈറ്റർ കത്തിച്ച് ജസ്റ്റ് അധികം ചൂടാക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ആ സർഫസ്, എന്നിട്ട് കറക്റ്റ് പിടിച്ചിട്ട് ഒട്ടിക്കുക. ആ ചൂടാക്കുമ്പോഴത്തേക്കും ആ ഒരു വോം ടെമ്പറേച്ചർ വേണമെന്നാണ്. ചിലപ്പോൾ ഇത് നമ്മൾ വെറുതെ ഫാൻ്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ വെച്ച് ഇപ്പോൾ മഴക്കാലം കൂടി അപ്പോൾ തണുത്തിരിക്കണമായിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേളിൽ ഒട്ടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് കൂടുതൽ കിട്ടും. അധികം ചൂടായി ഉരുക്കി ഒട്ടിക്കാൻ നിൽക്കരുത്, ഉരുകിയ ഇതിൻ്റെ ആ ഡീഫോർമേഷൻ സംഭവിക്കും. ഈ 3Mൻ്റെ ടേപ്പിൻ്റെ ആ പൊസിഷൻ മൊത്തം മാറി ആകെ ചളവായി പോകും. അപ്പോൾ അത് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒട്ടിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഇനി ഞാൻ നമ്മുടെ ഗോപ്രോയിൽ ഇത് ഒട്ടിച്ചേക്കണ യൂസ് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ജസ്റ്റ് ഒട്ടിച്ച് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഗോപ്രോ അതായത് 5, 6, 7 വരെ ആ മോഡലിന് ഗോപ്രോയ്ക്ക് 3 മൈക്കാണുള്ളത്. 3 മൈക്കുണ്ട്. ഒരു മൈക്ക് ഇത് ഈ കാണുന്നത്, ഒരു മൈക്ക് ഇത് ഇവിടെ, ഒരു മൈക്ക് ഇവിടെ. അപ്പോൾ നമുക്ക് 8 ആണെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം. ഇതിൻ്റെ അടിയിലാണ് അതിൻ്റെ ആ ഒരു ഹോൾഡർ തന്നെ. നമുക്ക് ഗോപ്രോ 7 ആകുമ്പോൾ 5, 6, 7 ആകുമ്പോൾ നമ്മളൊരു കേസിങ്ങിലേക്ക് നമ്മൾ ഇടണം അല്ലേ. അപ്പോൾ ആ കേസിങ്ങിൽ മൈക്ക് ഇവിടത്തേൽ ഒട്ടിക്കാൻ എനിക്ക് കാര്യമില്ല. കാര്യം ഇവിടുത്തെ ഒട്ടിച്ച് എനിക്ക് അകത്താണ് ഇരിക്കുന്നത്, അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതും ഈ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട് ആ കവർ ചെയ്യാനും. പിന്നെ ഇവിടെയും ആ മൈക്കിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു 2 ഹോളുണ്ട്. ആ ഹോളിൻ്റെ മേളിലും ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഇത് നമ്മുടെ ശരിക്കും നമ്മുടെ മൈക്കിൻ്റെയൊക്കെ തന്നെ, അതായത് നമ്മുടെ മൈക്കിൻ്റെ മേളിലൊക്കെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ പീസാണ്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്ത് ഒട്ടിച്ചാൽ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഗോപ്രോയിൽ അവർ ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ 3 മൈക്കിൽ നിന്നും ഓഡിയോ എടുത്തിട്ട് ഏതിലാണോ നോയ്സ് കുറവ് ആ മൈക്കിലെ വോയിസാണ് അവർ ഇൻപുട്ട് ചെയ്യണേ. അപ്പോൾ 3 മൈക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏത് മൈക്കിൽ നിന്നാണോ നമുക്ക് കൂടുതൽ വോയിസ്, ആളുടെ വോയിസ് കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും നോയ്സ്, വിൻ നോയ്സ് അല്ലാണ്ട് വേറെ നോയ്സൊക്കെ കിട്ടുന്നത് ആ മൈക്കിലെ വോയിസ് ആയിരിക്കും അവർ കൂടുതൽ ഇൻപുട്ട് കൊടുക്കണം. അതായത് അതിൻ്റെ വോളിയം ആയിരിക്കും നമുക്ക് കൂടുതൽ കേൾക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 മൈക്കിൽ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് വിൻ നോയ്സ് കൂടുതലും മേളിൽ നിന്നായിരിക്കും കിട്ടാൻ. അപ്പോൾ 2 മൈക്കിലും വിൻ നോയ്സ് കുറവായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന സൗണ്ടൊക്കെ ആയാലും നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ വീഡിയോയിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഗോപ്രോയുടെ മൈക്കുകൾ വർക്ക് ചെയ്യണത്. എനിക്ക് 5, 6, 7 വരെയുള്ള മോഡലിൽ 3 മൈക്കാണുള്ളത്. 8-ൽ എനിക്ക് തോന്നുന്നു 4 5 മൈക്ക് ഉണ്ട്. അതിൽ മൈക്കിൻ്റെ എണ്ണം ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു 8-ൽ. പിന്നെ നെക്സ്റ്റ് യൂസ്ഫുൾ ആയിട്ടുള്ള മൗണ്ടാണ് ജെ മൗണ്ട്. ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൗണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് നമ്മുടെ നോർമൽ ഗോപ്രോയുടെ മൗണ്ടിനേക്കാളും. കണ്ടോ, ഇത് നോർമൽ ഗോപ്രോയുടെ ഒറിജിനൽ മൗണ്ട്, ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്. അപ്പോൾ ഇതിന് ഹൈറ്റ് ഇത്തിരി കൂടുതലാണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഗോപ്രോ മൗണ്ടിന് ഇവിടെയും ഇതിന് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. മെയിൻലി ജെ മൗണ്ടാണ് യൂസ് ചെയ്യണത്. ജെ മൗണ്ടും ഞാൻ ഈ 3-way മൗണ്ടുമാണ്
ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഗോപ്രോയുടെ ഫിക്സിങ്. ഞാനപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഗോപ്രോ എൻ്റെ ഹെൽമെറ്റിലേക്ക് വെക്കണേ. കണ്ടോ, ഇതാണ് എൻ്റെ ഗോപ്രോ സെറ്റപ്പ് എൻ്റെ ഹെൽമെറ്റിൽ. എന്നിട്ട് ഞാൻ മൈക്ക് എടുത്തിട്ട് ഇവിടെ കൊടുക്കും, മൈക്കിൻ്റെ അഡാപ്റ്ററിലേക്ക് കൊടുക്കും. ഇതാണ് എൻ്റെ ഗോപ്രോ സെറ്റപ്പ്. ഇത്രേ ഉള്ളൂ. ഇത് കുറച്ച് ചിലവർക്ക് ഇത് ഹൈറ്റ് ആയിട്ട് തോന്നും, എനിക്കിത് വലിയ വിഷയമില്ല ഇത്രയും ഒരു ഹൈറ്റ് നിൽക്കണം. വേണം നിങ്ങൾക്ക് ഇത് താഴത്തേക്ക് കൊടുത്തിട്ട് 2 3-way മൗണ്ട് 2 ചെറിയ അല്ലെങ്കിൽ 2 സെറ്റ് വാങ്ങിയിട്ട് 2 ചെറുത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് വേണേൽ കുറയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ മൗണ്ടിങ്. ഇനി വേറൊരു സാധനം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെന്ന് വെച്ചാൽ നമ്മുടെ ചിൻ സ്ട്രാപ്പ് എന്ന് പറയും. ഇത് വേറെ ലെവൽ ഇൻവെൻഷനാണ്. ഇത് കണ്ടുപിടിച്ച ആരായാലും എന്തായാലും ഭയങ്കര യൂസ്ഫുള്ളാണ്, ഒരു രക്ഷയില്ല. ഇത് ശരിക്കും ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 800 to 900 rupees ഉണ്ട്. കുറേ കമ്പനികളുണ്ട്. ഇത് ഒരു കമ്പനി മാത്രമല്ല, നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഷോപ്പുകളിൽ കുറവാണ് ഞാൻ കണ്ടിട്ടുള്ള, ഷോപ്പുകളിൽ അങ്ങനെ ഇത് കിട്ടാനില്ല. ഓൺലൈനൊക്കെയാണ് കൂടുതലും ഈ സാധനം നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാണല്ലോ, മെയിൻലി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഭാഗത്ത് ഒട്ടിക്കാൻ പറ്റാത്ത കുറേ ഹെൽമെറ്റ് ഉണ്ട്. അത് ഭയങ്കര ഷാർപ്പായിരിക്കും, ഫ്രണ്ട് ഭയങ്കര ഷാർപ്പായിരിക്കും. നമുക്ക് ഒരു മൗണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 3-way നമ്മുടെ കേവ് മൗണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ഫ്ലാറ്റ് മൗണ്ടും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മൗണ്ടും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് സാധനമുണ്ടോ ഈ ചിൻ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ. ചിൻ സ്ട്രാപ്പ് ഫിക്സ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഈ 2 റിബൺ പോലത്തെ സാധനം താഴത്തുണ്ടാവും. അതെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ക്ലിപ്പിൻ്റെ അതെടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മാത്രം മതി. ഇത് അവിടെ ലോക്കായിരുന്നുള്ളൂ. കണ്ടോ, പക്കാ സാധനമാണ്. ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് എവിടെ കിട്ടുക, ഷോപ്പുകളിലൊക്കെ കിട്ടാൻ കുറവാണ്. എനിക്കും ഇത് ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാണ്. ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. എനിക്ക് ലിങ്ക് കിട്ടിയത് വാങ്ങാനുള്ള. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഭയങ്കര അടിപൊളി സാധനമാണ്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഹെൽമെറ്റിലൊന്ന് വെച്ച് കാണിച്ചു തരാം. പിന്നെ ഓഫ് റോഡ് ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചർ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഈ സാധനം ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് ബെസ്റ്റ് അഡ്വഞ്ചർ ഹെൽമെറ്റിൽ വെക്കാൻ പറ്റിയ ബെസ്റ്റ് പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് ഗോപ്രോയിൽ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഹെൽമെറ്റിലൊന്ന് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും ഈ സാധനം. നമ്മൾ ചിൻ മൗണ്ട് വെക്കണ പോലെ തന്നെ ഇതും ഒരു ചിൻ സ്ട്രാപ്പ്. ഈ സ്ട്രാപ്പ് ചെയ്ത് വെച്ചാൽ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്നോളും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വൈസർ അടയ്ക്കാൻ പറ്റില്ല ഫുള്ളായിട്ട്. വൈസർ അടച്ചാലും ഫുള്ള് അടയില്ല. അതുകൊണ്ട് ഇത് മെയിൻലി ഫുൾ ഫേസ് ഹെൽമെറ്റിന് ഉപയോഗിച്ചാൽ നമുക്കിങ്ങനെ വൈസർ അടയ്ക്കാൻ പറ്റില്ല ഫുള്ളായിട്ട്. ഇപ്പോൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് അല്ല, ഓഫ് റോഡ് ഹെൽമെറ്റിലാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് സാധനമാണ്. ഞാനത് അടുത്ത വീഡിയോ ചെയ്ത് കാണിച്ചുതരാം. ഓഫ് റോഡ് ഹെൽമെറ്റിൽ നമുക്ക് എവിടെയൊക്കെ ഗോപ്രോ മൗണ്ട് സെറ്റ് ചെയ്യാമെന്ന്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഗോപ്രോ മൗണ്ട് സെറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഞാൻ പറഞ്ഞു. ഇവിടെ സൈഡിൽ ഫിക്സ് ചെയ്യാം, പിന്നെ മേളിൽ ഫിക്സ് ചെയ്യാം. കുറേ പേർക്ക് മേളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മേളിൽ ശരിക്കും ഹെൽമെറ്റിൻ്റെ ഈ ഭാഗത്തായിട്ടൊക്കെ ഫിക്സ് ചെയ്ത് നല്ലൊരു വ്യൂ കിട്ടും. ഫ്രണ്ടിൽ നിന്ന് നല്ല മേളിൽ നിന്നല്ല ടോപ്പ് വ്യൂ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഇത് വാട്ടർ പ്രൂഫ് അല്ല. ഇത് ഞാൻ ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചേക്കുന്നതാണ്. ഈ സെറ്റപ്പ് ഈ ഗോപ്രോ മൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു നമ്മൾ മോട്ടോ വ്ളോഗിങ് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗോപ്രോ വാട്ടർ പ്രൂഫ് അല്ല. വാട്ടർ പ്രൂഫ് അതിൻ്റെ സൈഡ് കവർ നമ്മൾ ഊരിക്കളയുക. അതായത് ഈ ഒരു സൈഡ് കവർ നമ്മൾ ഊരിക്കളയുകയാണ്. അപ്പോൾ ഫുൾ വാട്ടർ പ്രൂഫിങ് ഇല്ല, ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല. അതുകൊണ്ട് മഴയത്തൊക്കെ എല്ലാവരും സൂക്ഷിക്കുക. ഇങ്ങനെയൊന്നും വെച്ച് മഴയത്ത് ഓടിക്കാണ്ടിരിക്കുക. ഇവിടെ എന്തെങ്കിലും സെറ്റപ്പ് ആർക്കെങ്കിലും ചെയ്യാൻ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റുന്ന സെറ്റപ്പ് അറിയാമെങ്കിൽ ദയവേത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കണ്ടാണ്. ഞാൻ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗോപ്രോ സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ മോട്ടോ വ്ളോഗിങ് ഞാൻ ചെയ്യണ എല്ലാ വീഡിയോസിലും ഇതായിരിക്കും ഞാൻ ഉപയോഗിക്കണം എൻ്റെ ഗോപ്രോയുടെ സെറ്റപ്പ് എല്ലാം. യെസ്, അപ്പോൾ അതായത് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചി മച്ചാൻ തന്നെയാണ് പേരും. ആൻഡ് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഹോപ്പ്ഫുള്ളി നമുക്ക് ഇനിയും നമ്മുടെ ഫാമിലി വളർത്താൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫൈറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും വരെ നിങ്ങൾ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ.
അയ്യോ എന്തോ മറന്നല്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെ. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. കിട്ടാത്ത ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്ക് എന്തെങ്കിലും സാധനങ്ങളുടെ ലിങ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ. ഞാൻ ചിലപ്പോൾ ഷോപ്പുകളിൽ നിന്നായിരിക്കും വാങ്ങിയേക്കണേ. അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.